പ്രിയപ്പെട്ട കുട്ടികളെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന പാഠത്തിൻ്റെ പകുതി ഭാഗം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ബാക്കിയുള്ള ഭാഗം പഠിക്കുവാനായി നമുക്കിന്ന് പോകാം. എല്ലാവരും ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം പഠിക്കുവാനായി പോകാം. What is truth? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. എന്താണ് സത്യം? എനിക്കറിയില്ല. ഒരുപക്ഷെ നമ്മുടെ സത്യങ്ങൾ ആപേക്ഷികവും കേവല സത്യം നാം വിചാരിക്കുന്നതിലും അപ്പുറവുമാണ്. ഡിഫറൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്, ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. വ്യത്യസ്ത വ്യക്തികൾ സത്യത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ സ്വീകരിക്കാം. ഓരോ വ്യക്തിയും അവരുടേതായ പശ്ചാത്തലം, പരിശീലനം, പ്രേരണകൾ ഇവയാൽ ശക്തമായി സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. സോ ഓൾസോ ഗാന്ധി, അതുപോലെ തന്നെയാണ് ഗാന്ധിജിയും. ബട്ട് ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. എന്നാൽ സത്യം ഒരു വ്യക്തിക്ക് അവന് തന്നെ തോന്നുന്നതും ബോധ്യപ്പെടുന്നതും ആയ ഒന്നാണ്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത് ആസ് ഗാന്ധി ഡസ്. ഈ നിർവചനപ്രകാരം ഗാന്ധിയെപ്പോലെ സത്യം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്കറിയില്ല. That is a dangerous quality in a politician, for he speaks out his mind and even lets the public see its changing faces. ഒരു രാഷ്ട്രീയക്കാരനെ അപേക്ഷിച്ച് അത് അപകടകരമായ ഒരു ഗുണമാണ്. കാരണം അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിക്കുകയും പൊതുജനം അതിൻ്റെ മാറുന്ന ഘട്ടങ്ങൾ കാണുകയും ചെയ്യുന്നു. അതായത് സത്യം എന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പാരഗ്രാഫിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി വാസ് ട്രൂത്ത്? സത്യം ഗാന്ധിജിയെ അപേക്ഷിച്ച് എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ഗാന്ധിജി, ട്രൂത്ത് ഈസ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് അസ്. ഗാന്ധിജി അപേക്ഷിച്ച് സത്യം ആപേക്ഷികവും കേവല സത്യം നാം ചിന്തിക്കുന്നതിന് അപ്പുറവുമാണ്. ഡിഫറൻറ്റ് പീപ്പിൾ ടേക്ക് ഡിഫറൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. വ്യത്യസ്ത ആളുകൾ സത്യത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ എടുക്കുന്നു. ദിസ് ഡിപ്പെൻഡ്സ് മച്ച് ഓൺ ആൻ ഇൻഡിവിജ്വൽസ് ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. അത് ഒരു വ്യക്തിയുടെ പശ്ചാത്തലം, പരിശീലനം, പ്രേരണകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ട്രൂത്ത് ഈസ് വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. ഒരു വ്യക്തിക്ക് സ്വയം തോന്നുന്നതും സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നു. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഗാന്ധിജി പല രീതിയിൽ സ്വാധീനിച്ചു. Some changed the whole texture of their lives. Others were not only partly affected or the effect wore off, and yet not quite, for some part of it could not be wholly shaken off. ചിലർ അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഘടനയും മാറ്റി, മറ്റുള്ളവർ ഭാഗികമായി മാറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും തികച്ചും അങ്ങനെ ആയിരുന്നില്ല. പഴയ രീതികൾ അടങ്ങിയ മനസ്സിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമായി അടർത്തി കളയുവാൻ ചിലർക്ക് കഴിഞ്ഞില്ല. ഡിഫറൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ആളുകൾ വ്യത്യസ്തമായി പ്രതികരിച്ചു. ഓരോരുത്തരും അവരവരുടേതായ രീതികളിൽ ഈ ചോദ്യത്തിനുള്ള ഗാന്ധിജിയുടെ സത്യമാർഗ ദർശനങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി. ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ പാരഗ്രാഫിൽ നിന്ന്. നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ? ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു? ഗാന്ധിജി ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻ വേരിയസ് ഡിഗ്രീസ്. ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളെ വിവിധ അളവിലാണ് സ്വാധീനിച്ചത്. സം ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി ബട്ട് സം ചേഞ്ച്ഡ് ഓൺലി പാർട്ട്ലി. ചിലർ പൂർണ്ണമായി മാറിയെങ്കിലും ചിലർ ഭാഗികമായി മാത്രം മാറി. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. അദ്ദേഹത്തിൻ്റെ നടപടികൾ രണ്ട് രീതികളിലായിരുന്നു. There was of course the action involved in challenging and resisting foreign rule. ഒരു ഭാഗത്ത് വിദേശ ഭരണത്തെ വെല്ലുവിളിക്കുകയും അവരുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കുന്നതിലും ഉൾപ്പെടുന്ന നടപടിയായിരുന്നു. There was also the action which led us to fight against our own social evils. നമ്മുടെ സ്വന്തം സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച നടപടിയായിരുന്നു രണ്ടാമത്തേത്. Apart from the fundamental objective of the Congress, the freedom of India, and the method of peaceful action, the principal planks of the Congress were national unity, which involved the solution of the minority problems and the raising of the depressed classes and the ending of the curse of untouchability. കോൺഗ്രസിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അതിനുവേണ്ടിയുള്ള സമാധാനപരമായ പ്രവർത്തന രീതികളും
കൂടാതെ ദേശീയ ഐക്യവുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ. അതിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, അടിച്ചമർത്തപ്പെട്ട പാവങ്ങളുടെ ഉന്നമനം, തൊട്ടുകൂടായ്മയുടെ ശാപം ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഒരു ചോദ്യം ഈ പാരഗ്രാഫിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ടു-ഫോൾഡ് ആക്ഷൻ ഇൻവോൾവ് ഇൻ ഗാന്ധിജീസ് എക്സോട്ടേഷൻ? ഗാന്ധിജിയുടെ പ്രബോധനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 ആക്ഷൻ ഇൻവോൾവ് ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. വിദേശ ഭരണത്തെ വെല്ലുവിളിക്കുന്നതും ചെറുക്കുന്നതും ഒരു പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. The other action involved fighting against our own social evils like untouchability, minority problems and the raising of the depressed class. തൊട്ടുകൂടായ്മ, ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തുക തുടങ്ങിയവയും രാജ്യത്തിൻ്റെ സ്വന്തം സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്നതുമായിരുന്നു 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. Realizing that the main props of British rule were fear, prestige, the cooperation of the people and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations. ബ്രിട്ടീഷ് ഭരണകൂടം ആൾക്കാരിൽ ഭയം ജനിപ്പിച്ചും അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അന്തസ്സും ജനങ്ങളെക്കൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ടും ആയിരുന്നു ഭരിച്ചിരുന്നത്. കൂടാതെ ചില വിഭാഗക്കാരുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തെ കേന്ദ്രീകരിച്ചുമായിരുന്നു. ഈ അടിത്തറകളെ എല്ലാമാണ് ഗാന്ധിജി ആക്രമിച്ചത്. Titles were to be given up, and though the title holders responded to this only in small measure, the popular respect for these British given titles disappeared. ബ്രിട്ടീഷുകാർ കൊടുത്ത സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണമെന്നായിരുന്നു ഗാന്ധിജി ആവശ്യപ്പെട്ടത്. പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചുള്ളൂ. എങ്കിലും ബ്രിട്ടീഷുകാർ നൽകിയ സ്ഥാനമാനങ്ങളോടും ബഹുമതികളോടുമുള്ള ജനകീയ ബഹുമാനം അപ്രത്യക്ഷമായി. New standards and values were set up, and the pomp and splendor of the viceregal court and the princes suddenly appeared supremely ridiculous. വിദേശ ഭരണത്തിനെതിരെ പുതിയ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും രൂപപ്പെട്ടു. അവരോട് സഹകരിച്ചു നിന്നിരുന്ന പ്രഭുക്കന്മാരും പെട്ടെന്ന് പരിഹാസ്യമായി അവതരിപ്പിക്കപ്പെട്ടു. Rich men were not so anxious to flaunt their riches, outwardly at least. Many of them adopted simpler ways, and in their dress became almost indistinguishable from humbler folk. സമ്പന്നർ അവരുടെ സമ്പന്നത കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിൽ നിന്ന് പിന്മാറി, കുറഞ്ഞത് ബാഹ്യമായി എങ്കിലും സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അവരിൽ പലരും ലളിതമായ ജീവിത രീതികൾ സ്വീകരിച്ചു. വസ്ത്രധാരണത്തിൽ ഉൾപ്പെടെയായിരുന്നു അത്. സാധാരണക്കാരനുമായി വ്യത്യാസമില്ലാത്ത രീതിയിലാകാൻ ശ്രമിച്ചു. പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാം. പ്രോപ്സ്, ആധാരം, ഫ്ലോണ്ട്, കെട്ടിച്ചമഞ്ഞ് നടക്കുക. ഒരു ചോദ്യം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ വിസിബിൾ ചേഞ്ച് ഇൻ ദ വാല്യൂ സിസ്റ്റം ഓഫ് ദ കൺട്രി? രാജ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയിൽ വന്ന പ്രകടമായ മാറ്റം എന്താണ്? ഗാന്ധി വാണ്ടഡ് പീപ്പിൾ ടു ഗിവ് അപ്പ് ദർ ടൈറ്റിൽസ് ഗിവൺ ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ നൽകിയ സ്ഥാനപ്പേരുകൾ ആളുകൾ ഉപേക്ഷിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. Although not many people gave up their titles, the status associated with the titles reduced. ധാരാളം ആളുകൾ അവരുടെ സ്ഥാനമാനങ്ങളും പദവികളും ഉപേക്ഷിച്ചില്ലെങ്കിലും ആ പദവികളോടുള്ള വില കുറഞ്ഞു. The pomp and glory associated with the Viceroy's court was seen as foolish. വൈസ്രോയിയുടെ കോടതിയുമായി ബന്ധപ്പെട്ട ആഡംബരവും മഹത്വവും വിഡ്ഢിത്തമായിട്ടാണ് കാണപ്പെട്ടത്. Rich men were not so anxious to show off their riches anymore. സമ്പന്നർ തങ്ങളുടെ ധനം കാണിക്കാൻ അത്ര ഉത്സുകരായിരുന്നില്ല. They adopted simpler ways of dressing and became almost indistinguishable from the common people. അവർ സാധാരണക്കാരെ പോലെ ലളിതമായ വസ്ത്രധാരണ രീതികൾ സ്വീകരിച്ചു. He sent us to the villages, and the countryside hummed with the activity of innumerable messengers of the new gospel of action. അദ്ദേഹം ഞങ്ങളെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ഗാന്ധിജി അയച്ച പുതിയ അസംഖ്യം സന്ദേശവാഹകർ നാട്ടിൻപുറങ്ങളിൽ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുത്തൻ സുവിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. The peasant was shaken up, and he began to emerge from his shell. കൃഷിക്കാരൻ ഇത്രയും നാൾ അവൻ ഒതുങ്ങിക്കൂടിയിരുന്ന അവൻ്റെ ചെറിയ കുടിലുകളിൽ നിന്നും ഉൾവലിഞ്ഞ ജീവിതങ്ങളിൽ നിന്നും സടകുടഞ്ഞ് എണീറ്റ് പുറത്തു വന്നു. The effect on us was different but equally far-reaching, for we saw for the first time, as it were, the villager in the intimacy of his hut, and with the stark shadow of hunger always pursuing him. ഞങ്ങളെ ബാധിച്ച ഫലം വ്യത്യസ്തമായിരുന്നുവെങ്കിലും ഏതാണ്ട് ഇതുപോലെ തുല്യമായതും ദൂരവ്യാപകവുമായതുമായിരുന്നു. ഗ്രാമീണർ തങ്ങളുടെ മണ്ണ് കുഴച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്നും അവനെ നിഴലുപോലെ പിന്തുടർന്ന പട്ടിണിയെ അവഗണിച്ചുകൊണ്ടും പുറത്തിറങ്ങി വന്നു. We learned our Indian economics more from these visits than from books and learned discourses. പുസ്തകങ്ങളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നും പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം ഞങ്ങൾ പഠിച്ചത് ഇങ്ങനെയുള്ള ഗ്രാമീണ സന്ദർശനങ്ങൾ കൊണ്ടാണ്.
The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. ഞങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങളുടെ പഴയ ജീവിതത്തിലേക്കോ പഴയ നിലവാരങ്ങളിലേക്കോ മടങ്ങിപ്പോകുവാൻ ആവില്ല. പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാം. ഹംഡ്, ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഗ്രേറ്റ് ആക്ടിവിറ്റി, മികച്ച പ്രവർത്തനത്തിലായിരിക്കുക. ഇന്യൂമറബിൾ, അസംഖ്യം, ഒരുപാട്. ഗോസ്പൽ, നല്ല വാർത്ത. ഒരു ചോദ്യം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധി ഇൻ ദ വില്ലേജസ്? ഗ്രാമങ്ങളിൽ ഗാന്ധിജിയുടെ സ്വാധീനം എന്തായിരുന്നു? ഗാന്ധിജി സെൻഡ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് ടു ദ വില്ലേജസ് ടു അവേക്കൻ ദ പെസൻസ്. കർഷകരെ ഉണർത്താൻ ഗാന്ധിജി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ദ പെസൻസ് വെയർ ഷേക്കൺ അപ്പ് ആൻഡ് ബിഗാൻ ടു കം ഔട്ട് ഓഫ് ദർ ഷെൽ. അതോടെ കൃഷിക്കാർ അവരുടെ കുടലിൽ നിന്ന് പുറത്തു വരുവാൻ തുടങ്ങി. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സിറ്റിംഗ് ഔട്ട് ടു മോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്? ഗാന്ധിജിയുടെ ആഗ്രഹങ്ങൾക്കും ആദർശങ്ങൾക്കും അനുസരിച്ചുള്ള ഇന്ത്യ എങ്ങനെയുള്ളതായിരുന്നു? I shall work for an India in which the poorest shall feel that it is their country, in whose making they have an effective role. ദരിദ്രർക്ക് അത് അവരുടെ രാജ്യമാണെന്ന് അനുഭവപ്പെടുന്ന ഒരു ഇന്ത്യയ്ക്കായി ഞാൻ പ്രവർത്തിക്കും. ആ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ അവർക്ക് ഒരു സുപ്രധാന പങ്കുണ്ട്. An India in which there shall be no high class and low class people. ഉയർന്നതോ താഴ്ന്നതോ ആയ ജനവിഭാഗങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. An India in which all communities shall live in perfect harmony. എല്ലാ ജനവിഭാഗങ്ങളും തികഞ്ഞ സ്വരച്ചേർച്ചയോടെ, ഒത്തൊരുമയോടെ, ഐക്യത്തോടെ ജീവിക്കും. There can be no room in such an India for the curse of untouchability. തൊട്ടുകൂടായ്മ എന്ന ശാപത്തിന് അത്തരമൊരു ഇന്ത്യയിൽ ഇടമില്ല. Or the curse of intoxicating drinks and drugs. അല്ലെങ്കിൽ ലഹരി പാനീയങ്ങളുടെയും മയക്കുമരുന്നിൻ്റെയും ശാപവുമില്ല. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. സ്ത്രീകൾ പുരുഷന്മാരുടെ അതേ അവകാശം ആസ്വദിക്കും. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് എൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്, ഹി ട്രൈ ടു ഗിവ് ടു ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ ദ റിലിജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. മഹത്തായ ഹൈന്ദവ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നതിനോടൊപ്പം ഹിന്ദുമതത്തിന് അദ്ദേഹം ഒരു സാർവത്രിക പരിവേഷം നൽകുവാൻ ശ്രമിച്ചു. കൂടാതെ എല്ലാ മതങ്ങളെയും സത്യത്തിൽ ഒന്നായി കാണുകയും ചെയ്തു. ഹി റെഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. സാംസ്കാരികമായ പാരമ്പര്യങ്ങളിൽ ഇടുങ്ങിയ ചിന്താഗതി പുലർത്തുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇന്ത്യൻ കൾച്ചർ, ഹി റോട്ട്, ഈസ് നൈദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ ഹോളി. അദ്ദേഹം എഴുതി, ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു, ഇസ്ലാമിക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിൻ്റെയല്ല. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. അത് എല്ലാത്തിൻ്റെയും ഒരു സംയോജനമാണ്. Again he said, I want the culture of all lands to be blown about my house as freely as possible. അദ്ദേഹം വീണ്ടും പറഞ്ഞു, എല്ലാവരുടെയും സംസ്കാരം എനിക്ക് വേണം. എൻ്റെ വീടിനകത്തുകൂടി സ്വതന്ത്രമായി എല്ലാ സംസ്കാരങ്ങളും കയറി ഇറങ്ങി പോകണം. ബട്ട് ഐ റെഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി വേ. പക്ഷേ ഏതിൻ്റെയെങ്കിലും ഒരു ഭാഗം മാത്രമാകുവാൻ ഞാൻ വിസമ്മതിക്കുന്നു. ഐ റെഫ്യൂസ് ടു ലീവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ് ആസ് ആൻ ഇന്റർലോപ്പർ, എ ബെഗർ ഓർ എ സ്ലേവ്. മറ്റുള്ളവരുടെ വീടുകളിൽ ഒരു വലിഞ്ഞു കയറി വന്നവനായി, അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരനായി, അല്ലെങ്കിൽ അടിമയായി ജീവിക്കുവാൻ ഞാൻ വിസമ്മതിക്കുന്നു. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട് കറൻസ്, ഹി നെവർ ലെറ്റ് ഗോ ഓഫ് ഹിസ് റൂട്ട്സ് ആൻഡ് ക്ലങ് ടു ദം ടെനേഷ്യസ്ലി. ആധുനിക ചിന്താധാരകൾ വളരെയധികം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടും അദ്ദേഹം ഒരിക്കലും തൻ്റെ വേരുകൾ, സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. പുതിയ വാക്കുകൾ നമുക്ക് പഠിക്കാം. ഇൻടോക്സിക്കേറ്റിംഗ്, ലഹരി. ടെനേഷ്യസ്ലി, ദൃഢനിശ്ചയമുള്ള. 2 ചോദ്യങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ഇന്ത്യ ഓഫ് ഗാന്ധിജീസ് ഡ്രീം? ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിജിയുടെ സ്വപ്നം എന്തായിരുന്നു? ഗാന്ധിജി ഡ്രീംഡ് ഓഫ് സച്ച് ആൻ ഇന്ത്യ വെയർ എവറി കാറ്റഗറി ഓഫ് പീപ്പിൾ ഷുഡ് ലീവ് ലൈഫ് ടുഗദർ. എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ ഇൻ എനി സ്പിയർ. ഒരു മേഖലയിലും വിവേചനം ഉണ്ടാവുവാൻ പാടില്ല. എവറി പീപ്പിൾ ഓഫ് ഇന്ത്യ ഷുഡ് ഫീൽ ഇറ്റ് ആസ് ദെയർ കൺട്രി. ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും അത് തങ്ങളുടെ രാജ്യമായി അനുഭവപ്പെടണം. ദെയർ വാസ് നോ റൂം ഫോർ അൺടച്ചബിലിറ്റി, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. തൊട്ടുകൂടായ്മ, ലഹരി പാനീയങ്ങൾ, മയക്കുമരുന്ന് ഇവയ്ക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. വിമൻ വെയർ ടു ഹാവ് ഈക്വൽ റൈറ്റ്സ് വിത്ത് മെൻ. സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി തുല്യ അവകാശം ഉണ്ടായിരിക്കും. വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി വാസ് ദ എസെൻഷ്യൽ കൾച്ചർ ഓഫ് ഇന്ത്യ? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ സംസ്കാരം എന്തായിരുന്നു?
Indian culture, according to Gandhiji, is neither Hindu nor Islamic, but a fusion of all. ഇന്ത്യൻ സംസ്കാരം ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഹിന്ദുവും ഇസ്ലാമികവുമല്ല, മറിച്ച് എല്ലാത്തിൻ്റെയും ഒരു സംയോജനമാണ്. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് ദിസ് അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മാൻ, ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, സ്റ്റാൻഡിംഗ് ഫോർ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്. അത്ഭുതപ്പെടാനായി യാതൊന്നുമില്ല. കാരണം ഈ അതിശയിപ്പിക്കുന്ന നവചൈതന്യം തുടിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ നിറഞ്ഞ ആത്മവിശ്വാസവും അസാധാരണമായ ഒരു ശക്തിയും കൊണ്ട് ഓരോ വ്യക്തിയുടെയും തുല്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനുമായി നിലകൊള്ളുകയും ഇന്ത്യയിലെ ജനങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിക്കുകയും ചെയ്തു. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to that future of life and hope. തങ്ങളുടെ ഭൂതകാലത്തെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്നതായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് തോന്നി. ഒപ്പം ഇപ്പോൾ ഉള്ള ഈ മോശമായ കാലഘട്ടം ജീവിതത്തിലെ പ്രത്യാശയുടെയും ഭാവിയിലേക്കുള്ള ചവിട്ടുപടി ആയി എല്ലാവരും കരുതി. Thus he effected a vast psychological revolution not only among those who followed his lead but also among his opponents and those many neutrals who could not make up their minds what to think and what to do. അങ്ങനെ തൻ്റെ പാത പിന്തുടർന്നവരിൽ മാത്രമല്ല തൻ്റെ എതിരാളികൾക്കിടയിലും, കൂടാതെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയാതെ നിന്ന അനേകർക്കും ഇടയിൽ അദ്ദേഹം വലിയൊരു മനഃശാസ്ത്രപരമായ വിപ്ലവം പ്രാവർത്തികമാക്കി. ഒരു ചോദ്യം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ സൈക്കോളജിക്കൽ റെവല്യൂഷൻ ദാറ്റ് ഗാന്ധി ബ്രോട്ട് അബൌട്ട്? ഗാന്ധിജി കൊണ്ടുവന്ന മാനസിക വിപ്ലവം എന്തായിരുന്നു? ഗാന്ധിജി സ്റ്റുഡ് ഫോർ ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഗാന്ധിജി നിലകൊണ്ടു. ഹി അട്രാക്റ്റഡ് ദ പീപ്പിൾ ലൈക്ക് എ മാഗ്നറ്റ്. അദ്ദേഹം ഒരു കാന്തം പോലെ ആളുകളെ ആകർഷിച്ചു. ഹി സീം ടു ലിങ്ക് അപ്പ് ദ പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ ആൻഡ് മേക്ക് ദ ബാഡ് പ്രസന്റ് അപ്പിയർ ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ എ ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. ഭൂതകാലത്തെ ഭാവിയുമായി ബന്ധിപ്പിക്കുകയും മോശമായ ഇപ്പോഴത്തെ കാലഘട്ടം ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ ഒരു ചവിട്ടുപിടിയായി കാണിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന പാഠം മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.